സിനിമ തിയേറ്റർ ഒട്ടുമിക്കുന്ന കാലിയായിരുന്നു ഈ ഒരു സിനിമ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ. ഇറങ്ങിയിട്ട് 2-3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ ഒരു സിനിമയുടെ പേര് നടന്ന സംഭവം. എന്തുകൊണ്ടാണ് അത് ഇട്ടതെന്ന് ഒരു വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് തവണ ഒന്ന് ഗൂഗിൾ ചെയ്യാൻ ശ്രമിച്ചു, വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്, എന്തെങ്കിലും പ്രേരണ, ഒന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, നടന്ന സംഭവം എന്ന പേരിനേക്കാളും ബെസ്റ്റ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പേരിടുന്നതായിരിക്കും. അഭിനേതാക്കൾ, കാസ്റ്റിംഗ് എല്ലാം നല്ല അടിപൊളി. യെസ്, ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ് സൈഡ്, ഇതിൻ്റെ കാസ്റ്റിംഗ് തരാം. ബിജു മേനോനാണ് നായകനെങ്കിലും ഇഷ്ടപ്പെട്ടത് സുരാജ് വെഞ്ഞാറമൂടും പിന്നെ ലാലു അലക്സും. ഈ 2 പേരും കുറച്ചിൽ അനേകം വർഷങ്ങളായി ഒരു എന്താ പറയുക, സിനിമ ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമ ഫ്രെയിമിലൊന്ന് കണ്ടിട്ട്, എസ്പെഷ്യലി ലാലു അലക്സ്. സോ അവരൊക്കെ ഒന്ന് ഇതിൽ കാസ്റ്റിംഗ് നിലയിൽ കണ്ടപ്പോൾ തന്നെ യെസ്, ഐ വാസ് ഹാപ്പി. ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സിനിമയിൽ പെട്ടെന്ന് ലാലു അലക്സിൻ്റെ വരവോട് കൂടിയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം, ഒരു ഹോപ്പ് തോന്നി. യെസ്, സം കോമഡി ഈസ് കമ്മിങ്, അല്ലെങ്കിൽ സം സീരിയസ്നെസ് ഈസ് കമ്മിങ്. ഒരു അപ്പച്ചൻ്റെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വികാരമൊക്കെ വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ആൻഡ് ദ നെഗറ്റീവ് സൈഡ് ഈസ് ഓൾസോ ദെയർ. ലാലു അലക്സിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കോമഡി ഇവരങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. ഒരു CIO, സർക്കിളോ SIO സംതിങ് എന്തോ ആണ് കക്ഷി ഹാൻഡിൽ ചെയ്യുന്ന റോള് ഒരു ചെറിയ കോമഡിയിൽ ഒതുക്കി. എന്താ പറയുക, കുടുക്ക് ചിക്കൻ എന്തോ ഒരു സംഭവം വെച്ചിട്ട് അതിൽ അങ്ങോട്ട് ഒതുക്കി. നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ അതിൽ ആ ഒരു രംഗം കാണും, അതിൽ മാത്രം കോമഡിയിൽ ഒതുക്കി ആ കക്ഷീനെ അങ്ങോട്ട് ആ ക്യാരക്ടർ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നായിരുന്നു, അല്ലെങ്കിൽ ആ നടൻ്റെ കഴിവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിരുന്നു. ഐ എക്സ്പെക്റ്റഡ് എ ലോട്ട് ഫ്രോം ദാറ്റ് സൈഡ്. സിനിമ സംസാരിക്കുന്നത് ഈ മെയിൽ ഷോവിനിസം അല്ലെങ്കിൽ ഈഗോയിസമിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇൻ എ നട്ട്ഷെൽ, ആസ് യൂഷ്വൽ ഇൻ എ നട്ട്ഷെൽ, ബിജു മേനോനും ഭാര്യയും പുതിയൊരു നെയ്ബർഹുഡിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല, അവരുടെ ജോലി സംബന്ധമായതായിരിക്കാം. കാരണം ബിജു മേനോൻ ഒരു മെറൈൻ എഞ്ചിനീയറായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. സോ അവരുടെ നെയ്ബർഹുഡിലേക്ക് വരുന്നു. നെയ്ബർഹുഡിൽ ഓൾറെഡി കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. ആ ഫാമിലികളിൽ ഒരാളാണ് സുജാത വെഞ്ഞാറമൂടും കുടുംബവും. സോ ബിജു മേനോൻ ഈസ് ലൈക്ക് എ വുമനൈസർ. ആക്ച്വലി ഒരു നെഗറ്റീവ് സൈഡല്ല, ഹീസ് എ ഗുഡ് ലിസണർ എന്നാണ് ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നത്. സോ ഒരു ഗുഡ് ലിസണർ ആയതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള ആ നെയ്ബർഹുഡിലുള്ള ഒട്ടുമിക്ക ഭാര്യമാരായിട്ടുള്ളവർ, മക്കളായിട്ടുള്ളവർ, പെൺപിള്ളേർ കുറച്ചും കൂടി എന്താ പറയുക, ദേ ആർ അട്രാക്റ്റഡ് ടു ഹിം. കക്ഷിയുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആളുടെ ജോലി, ആളുടെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം, പിന്നീട് പ്രശ്നങ്ങൾ കേൾക്കാനുള്ള നല്ല ഒരു ലിസണിങ് കഴിവ് കക്ഷിക്കുണ്ട്. സോ പെൺപിള്ളേരെല്ലാവരും ആ ഒരു ക്യാരക്ടറിനോട് മാഗ്നറ്റ് പോലെ ഇങ്ങനെ നടക്കുമ്പോൾ ചില മെയിൽ ഗ്രൂപ്പുകൾക്ക് അവിടെ ഒരു ഈഗോ ഉള്ളിൽ കയറുകയാണ്. സോ ആ ഈഗോ ഇങ്ങനെ കയറി പൊട്ടി തെറിക്കണം ഒരു ഇവൻ്റോട് കൂടി. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുറ്റം ആളുടെ മേൽ ആരോപിക്കുന്നു. പിന്നെ ആ കുറ്റം ഒന്ന് ആളുടെ തോളത്ത് നിന്ന് മാറാൻ വേണ്ടി വിജയ് മേനോൻ എൻ്റെ പിന്നാലെ ഓടുന്നു. സോ ഇത്രയ്ക്കുള്ളൂ കഥ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ സുരാജ് വെഞ്ഞാറമൂടും ആ കക്ഷിനെ ഒന്ന് കണ്ടപ്പോഴും ഐ വാസ് ഹാപ്പി. ആൻഡ് ദെൻ ലാലു അലക്സ് കക്ഷിനെ കണ്ടപ്പോൾ ഐ വാസ് ഹാപ്പി. ആ 2 സെഗ്മെൻറ്റ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നായിരുന്നു. കഥ ഏറെക്കുറെ എന്താ പറയുക, ആ ഒരു മെയിൽ ഈഗോയ്സിൻ്റെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു. ഒരുപാട് കോമഡിക്കുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ടായിട്ടും കൂടി, ഇഷ്ടംപോലെ കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നടന്മാരുണ്ടായിട്ടും കൂടിയിട്ട് ദേ ജസ്റ്റ് എൻഡഡ് ഇറ്റ് അപ്പ്. അതാണ് എനിക്ക് കൂടുതൽ വിഷമം തോന്നിയത്. ബട്ട് എനിവേ, ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഈ ഒരു സിനിമ. നെഗറ്റീവായിട്ട് കാണാതിരിക്കാൻ പാടില്ല എന്നൊരിക്കലും പറയാൻ കഴിയത്തില്ല. പക്ഷേ എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവി, റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയ നല്ല ഒരു ചിൽ സിനിമ, അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് എൻഡിങ് വാസ് ഓൾസോ പോയിൻറ്റിങ് ഔട്ട് ടു സംതിങ് എൽസ്. എന്താ പറയുക, ബിജുവിനെ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊന്നുമല്ല, ബട്ട് വേറെ ഒരു ലൊക്കാലിറ്റിക്ക് അവർ ട്രാൻസ്ഫർ ആകുമ്പോൾ ആ ഒരു എൻഡിങ് സീൻ കാണിക്കും. എൻ്റെ മകൾ ഇവിടെയെങ്കിലും എനിക്കൊന്ന് ഞാനൊരു വർഷമെങ്കിലും ഈ സ്കൂളിലൊന്ന് പഠിച്ച് തികച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയ കോമഡിയോട് കൂടിയിട്ട് സിനിമ അവസാനിക്കുകയാണ്. So guys, my opinion, a one-time watchable movie, and hats off for selecting ലാലു അലക്സ്. ആ ഒരു ക്യാരക്ടർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഭയങ്കര ദേഷ്യമാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും കൂടിയിട്ട് അത് അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളത്. വായ് എത്ര പേരുണ്ടെന്നറിയില്ല ലാലു അലക്സിനെ ആ ഒരു പഴയ ക്യാരക്ടർ. കക്ഷി ഒരു സിനിമയിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ.
എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം. അടുത്ത മൂവി ഒരു ഒന്നൊന്നര ഡ്രമാസ്റ്റിക് കില്ലിങ്. എൻ്റെ പൊന്നൊന്നും പറയണ്ട പടത്തെ കുറിച്ചിട്ട്, എന്നാലും ഞാൻ പറയണം. സോ ഗൈസ് ആ മൂവി റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും തലൈവരെ വണക്കം. കാണാം. സ്റ്റേ ട്യൂൺഡ്.